പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ആ ഡിഫറൻസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 120 എടുക്കുക. പേജ് നമ്പർ 120 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം കാണാൻ പറ്റും. നിങ്ങൾ ഫിഗർ 9.4 അല്ലേ. On the basis of the information you have gathered, observe figure 9.4 and complete the table 9.3. അതായത് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, 9.3 എന്ന് പറയുന്ന ടേബിള് മുകളിൽ കൊടുത്ത 9.4 എന്ന് പറയുന്ന ഫിഗറിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ഞാൻ ആദ്യം ഈ ഫിഗർ ഒന്ന് ഇവിടെ വരക്കാം. ശ്രദ്ധിച്ച് നോക്കുക. എ എന്ന പോയിന്റ്, ബി, സി, ഡി. ഓക്കെ. എന്നിട്ട് ഇവിടെ 60 മീറ്റർ, ഇതും 60 മീറ്റർ, ഇത് 30 മീറ്റർ, ഇത് 100 മീറ്റർ, ഈ കാണുന്ന സ്ട്രൈറ്റ് ലൈന് 80 മീറ്റർ. ഓക്കെ. ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിച്ചല്ലോ എല്ലാവരും. ഓക്കെ. ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ദ ട്രാവലർ. ഇവിടെ ഒരാൾ എന്ന് ഡിയിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്ന് ബി, സി, ഡി വഴി പോയി തിരിച്ചു വരികയാണെന്ന് വിചാരിക്കുക. ഒരു ട്രാവലർ, ഒരു യാത്രക്കാരൻ. അപ്പോഴുണ്ടാകുന്ന ആ ഒരു വ്യത്യാസമാണ് പറയുന്നത്. അതിൽ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ട്രാവലറുടെ ഡിസ്റ്റൻസും നിങ്ങൾ കണ്ടെത്തണം, ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടെത്തണം. അപ്പം ഞാൻ ആദ്യം പറയാം. വൈൽ റീച്ചിങ് ബി. അപ്പോൾ ട്രാവലർ എന്ന് ബിയിലേക്ക് പോവാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് ബിയിലേക്ക്. അപ്പോൾ ബിയിലെത്തിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം അയാൾ സഞ്ചരിച്ച ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം 60 മീറ്ററാണ്. അപ്പോൾ ഡിസ്റ്റൻസ് 60 എന്ന് കിട്ടും ബിയിലെത്തുമ്പോൾ. അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര, അതിൻ്റെ തൊട്ട് താഴെ കാണുന്നുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്നാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് അത് തന്നെയാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് വിളിക്കുക. അപ്പോൾ ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് ലൈൻ തന്നെ അല്ലേ ഇങ്ങോട്ട്. ഓക്കെ. അപ്പോൾ ഇതും എത്രയാണ്, 60 എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്തത് വൈൽ റീച്ചിങ് സി. അപ്പോൾ സിയിലേക്ക് എത്തുകയാണെങ്കിൽ സിയിലെത്തുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സിയിലേക്ക് നോക്കാം. എ ബിക്ക് പോയിട്ടാണ് നമ്മൾ സിക്ക് എത്തുക. അപ്പോൾ ദീ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി ഇതാ സി. ഡിസ്റ്റൻസ് എത്രയാണ് ചോദിക്കുക. ഡിസ്റ്റൻസ് ഈ 60ഉം ഈ 60ഉം കൂട്ടുക. അപ്പോൾ എത്രയായി, 120 എന്ന് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് 120 എന്ന് കിട്ടി. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വളഞ്ഞൊന്നും പോകാൻ പറ്റൂല. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ പാത്താണ്, നേർരേഖയാണ്. അതുകൊണ്ട് ഇവിടെ സിയിലേക്ക് നേർരേഖ ഏതാണ്, ഇതല്ലേ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 80 മീറ്റർ എന്ന് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര, 80 എന്ന് കിട്ടും. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? ഓക്കെ. അടുത്തത് വൈൽ റീച്ചിങ് ഡി. ഡിയിലേക്ക് എത്തുന്ന സമയത്ത് എത്ര നോക്കാം നമുക്ക്. ഡി ബി, സി, ഡി. ഡിയിലേക്ക് എത്തുമ്പോൾ നോക്കാം. എ, ബി, സി, ഡി ഇങ്ങനെ സഞ്ചരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ ഡിയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരമാണ്. അപ്പോൾ 60 + 60 + 30. അപ്പോൾ 120ഉം 30, 150 മീറ്റർ എന്ന് കിട്ടും. ഡിസ്റ്റൻസ് 150. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് സ്ട്രൈറ്റ് ലൈൻ അല്ലേ, ഏന്ന് ഡിയിലേക്ക് സ്ട്രൈറ്റ് ലൈന് പാത്താൻ നോക്കുക. അപ്പോൾ ഏതാണ്, 100 എന്ന് കിട്ടും. 100 എന്ന് കിട്ടും. അണ്ടങ്ങൾ ഇനി ഡിയിലും എത്തി. ഇനി അവസാനം നമ്മൾ ഏക്കന് തിരിച്ചു വരികയാണ് അയാൾ. ദീ കൂടെ അങ്ങനെ പോയി ഏക്കന് തിരിച്ചു വരികയാണ്. അപ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ് നോക്കാം. ഏക്ക് തിരിച്ചു വരുമ്പോൾ ആദ്യം 60ലേക്ക് പോയി. 60 + 60 120 ആയി. 120 + 30 150 ആയി. 150 + 100 അപ്പോൾ എത്രയായി, 250 മീറ്റർ എന്ന് കിട്ടും. 250 മീറ്റർ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്
ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ പാത്താണ്, ഓക്കെ. എന്നാൽ എന്നൊരാൾ പോയിട്ട് ഏക്കന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ എ കൂടെ അങ്ങനെ പോയിട്ട് ബി സി ഡി കൂടെ പോയിട്ട് ഏക്കന്നെ തിരിച്ചു എത്തി, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 എന്ന് മനസ്സിലാക്കുക, 0. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പുസ്തകം എടുത്തിട്ട് ഈ ഒരു ചിത്രം വരയ്ക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോട്ട് ബുക്ക് എടുത്തിട്ട് ആ ചിത്രം വരയ്ക്കുക, എന്നിട്ട് ഈ ടേബിൾ വരയ്ക്കുക, ആ ടേബിൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. Let's observe two figures showing the joining of a person A to C through B. അതായത് ഇവിടെ 2 ചിത്രം കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഒന്ന് ഒരു ട്രയാങ്കിളാണ്, നോക്കാം. എ ബി സി 3 പോയിന്റ് ഉണ്ട്. 60 മീറ്ററാണ് ഇവിടുത്തെ ദൂരം, 40 മീറ്റർ, 80 മീറ്റർ. പിന്നെ ഒരു സ്ട്രൈറ്റ് ലൈനാണ്, അതിന് 3 പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ ബി സി അല്ലേ, 60 മീറ്ററാണ് എന്ന് ബിയിലേക്ക്, ബിന്ന് സിയിലേക്ക് 40 മീറ്ററും ആണ്. ഓക്കെ, ഈ 2 ചിത്രം നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കാം. ഒരാൾ പോകുന്നത് വൈൽ റീച്ചിങ് സി ഫ്രം എ ത്രൂ ബി, അതായത് ഒരാൾ എന്ന് ബിയിലേക്ക് സി വഴി പോവാണ്, എന്ന് സിയിലേക്ക് ബി വഴി എന്ത് ചെയ്യാണ്? പോവാണ്. നോക്കാം നമുക്ക്. ഫസ്റ്റ്, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു ഫിഗർ 9.5? ഇത് 9.5 ചിത്രം ഫസ്റ്റത്തെ. ഈ ചിത്രത്തിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് അയാൾ സിയിലേക്ക് എത്താന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അയാൾ എത്രത്തോളം സഞ്ചരിച്ചിട്ടുണ്ടോ അതൊക്കെ കൂട്ടിയാൽ മതി. അപ്പോൾ അയാൾ 60 + 40, അയാൾക്ക് എത്ര ഡിസ്റ്റൻസ് ആണ്? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 40. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി 40. 60 + 40 100 എന്ന് കിട്ടും, 100 മീറ്റർ. ഓക്കെ, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ചോദിക്കുന്നുണ്ട് അടുത്ത് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൂടെ തന്നെ ഉള്ളത് ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഇവിടുന്ന് ഇങ്ങോട്ടെത്താൻ ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഡിസ്റ്റൻസാണ് കിട്ടുക. എന്നാൽ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണെന്ത് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, അത് എത്രയാണ്? 80 മീറ്റർ എന്ന് കിട്ടും, 80 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു ഫിഗർ 9.5 ബി? ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ. ഇനി 2ാമത്തെ ചിത്രത്തിൽ നോക്കുക. ഇവിടുത്തെ അയാൾ എന്ന് സിയിലേക്ക് പോവാണ്. 2ാമത്തെ ചിത്രത്തിൽ എന്ന് ബി അറ്റം 60 മീറ്ററും ബിന്ന് സി അറ്റം 40 മീറ്ററുമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ന് ബിക്ക് പോവാണ്. അപ്പോൾ എന്ന് ബിക്ക് പോകുമ്പോൾ ഇതൊരു സ്ട്രൈറ്റ് ലൈനാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ എന്ന് ബിയിലേക്ക് പോകുമ്പോൾ 60 + 40 ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, എന്നാൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ന് ബിക്ക് അങ്ങനെ നോക്കട്ടെ, എന്ന് സിയിലേക്ക് ഡയറക്റ്റ് നീളം നോക്കിയാൽ മതി. അപ്പോൾ 60 + 40 100. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രത്യേകത കാണാൻ പറ്റും. എന്താ പ്രത്യേകത? ഇവിടുത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണ്? സെയിം ആണെന്ന് മനസ്സിലായി. രണ്ടും 100 ആണ്. അത് എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിൽ അങ്ങനെയാണോ വന്നത്? ഇവിടെ ഡിസ്റ്റൻസ് എത്ര വന്നത്? 100 മീറ്റർ ആണെങ്കിൽ അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് നേരെ സ്ട്രൈറ്റ് ലൈൻ പാത്താണ്, അതെത്ര? 80 മീറ്റർ ആണ് കിട്ടി. എന്നാൽ ഈ ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താ? സ്ട്രൈറ്റ് ലൈനിൽ ഡിസ്റ്റൻസും 100 ആണ്, ഡിസ്പ്ലേസ്മെന്റും 100 ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സ്ട്രൈറ്റ് ലൈന് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്പറിനെ പറയുന്ന പേരാണെന്ത്? മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതിനൊരു സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ എ ബോഡി ട്രാവൽസ് എലോങ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാണ് എലോങ് എ സ്ട്രൈറ്റ് ലൈൻ, കൂടെ പോണത് ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് പോണത്. ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ, അതായത് ഒരാൾ ഇങ്ങോട്ട് പോവാണ്, ഇതേ ഡയറക്ഷനിൽ ഇങ്ങനെ പോവാണ്, ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസിൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ഈക്വൽ. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെന്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്തെങ്കിലും ഈക്വൽ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ, അപ്പോൾ ഈ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തത് എന്തിനാണ്? ഒരു സ്ട്രൈറ്റ് ലൈനിൽ എപ്പോഴും മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും. ഏതിൻ്റെയൊക്കെ? ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെന്റിൻ്റെയും. ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്
സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ്. ഏതാണ്? സ്പീഡ് ആൻഡ് വെലോസിറ്റി. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീഡ് ആൻഡ് വെലോസിറ്റിയെ കുറിച്ച് പറയാൻ പോവുകയാണ്. രണ്ട് ടോപ്പിക്കാണുള്ളത്. സ്പീഡ് എന്ന് പറയുന്ന സാധനം, വെലോസിറ്റി എന്ന് പറയുന്ന സാധനം. എന്താ നോക്കാം. സ്പീഡ് നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്, വാഹനത്തിൻ്റെ സ്പീഡൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ വെലോസിറ്റി സ്പീഡ് നമ്മളുടെ ഡിഫറൻസ് ഒക്കെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ആദ്യം നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ ചിത്രം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് വരച്ചു തന്നിട്ടുണ്ട്. ഇത് വീടാണ്, ഇത് ഹോസ്പിറ്റലാണ്, ഇത് ഓഫീസാണ്, ഇത് റേഷൻ കടയാണ്. എല്ലാവർക്കും അറിയാം. വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് 600 മീറ്റർ ദൂരമുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഓഫീസിലേക്ക് 300 മീറ്റർ ദൂരമുണ്ട് അല്ലേ? അതുപോലെ തന്നെ എന്താണ്, ഇവിടുന്ന് ഓഫീസിൽ നിന്ന് റേഷൻ ഷോപ്പിലേക്ക് 600 മീറ്റർ നീളം അല്ലേ ദൂരമുണ്ട്. അതുപോലെ തന്നെ റേഷൻ ഷോപ്പിൽ നിന്ന് 420 മീറ്ററും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി പുസ്തകത്തിലേക്ക് നോക്കുക. അവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. സിറ്റി ട്രാഫിക് പോലീസ്. കണ്ടോ? നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡൈഡ് ഇൻ ആക്സിഡൻസ് ഇൻ ദ സിറ്റി ദിസ് ഇയർ ടിൽ നൗ 146. എന്താലേ, ഇതുവരെ ഈ കൊല്ലം ഇതുവരെ ഇവിടെ മരിച്ച ആൾക്കാരുടെ എണ്ണം, ആക്സിഡൻറ്റിൽ മരിച്ച ആൾക്കാരുടെ എണ്ണം 146 ആണെന്നാണ് പറഞ്ഞത്. ലൈഫ് ഈസ് പ്രിഷ്യസ്, ഡ്രൈവ് സേഫ്ലി. വളരെ അനുഗ്രഹമുള്ളൊരു സാധനമാണ് എന്ത്? ഈ ജീവിതം എന്ന് പറയുന്നത്. അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. ഡ്രൈവ് സേഫ്ലി, നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാനാണ് അവിടെ ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഡു യു റീഡ് ദ നോട്ടീസ് പുട്ട് അപ്പ് ഇൻ ദ സിറ്റി? ആ സിറ്റിയിൽ കൊടുത്ത ഇത് വായിച്ചല്ലോ നമ്മൾ ഇപ്പോൾ അല്ലേ? Hope you know that excess speed and careless driving are the two major reasons of accidents. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ അധികം സ്പീഡിൽ വണ്ടി ഓടിച്ച് നമുക്ക് നിയന്ത്രണമില്ലാതെ മറ്റു കൊടുത്ത് പോയി ഇടിച്ച് മറിഞ്ഞിട്ടാണ് നമുക്ക് അപകടം സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ലെറ്റ്സ് യൂസ് ദ മെഷർമെൻറ്റ് ഫിഗർ 9.2. ഈ 9.2 ആണ് ഈ ചിത്രം. നിങ്ങൾ പുസ്തകത്തിൽ ഇങ്ങോട്ട് മറിച്ചാൽ, അതായത് നേരത്തെ കഴിഞ്ഞ ഭാഗത്തേക്കിനെ മറിച്ചാൽ നിങ്ങൾക്ക് ആ ചിത്രം കാണാൻ പറ്റും. 9.2 അവിടെ പറയുന്നത് ഡു അനദർ ആക്ടിവിറ്റി. ആ ഫിഗർ തന്നെ നമ്മൾ വേറൊരു ആക്ടിവിറ്റി കൂടി ചെയ്യുകയാണ്. എന്താ ആക്ടിവിറ്റി നോക്കാം. ദ ടൈം ടേക്കൺ ടു ട്രാവൽ ടു ദ ഓഫീസ് ആൻഡ് ബാക്ക് ഹോം വാസ് 600 സെക്കൻഡ് ഈച്ച്. അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവാൻ 600 സെക്കൻഡ് എടുത്തു എന്ന് വിചാരിക്കാം. അതേമാതിരി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്താനും എത്ര സെക്കൻഡ് എടുത്തു? 600 സെക്കൻഡ് എടുത്തു എന്ന് വിചാരിക്കാം. അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവാൻ 600 മീറ്റർ 300 മീറ്റർ എന്നാ പറഞ്ഞത് അല്ലേ? ഓക്കെ, ഇതിൻ്റെ സെൻട്രലിൽ ഒരു ലൈനുണ്ട് 450. നമ്മൾ എഴുതിയതല്ലേ, പഠിച്ചതാണ് 450. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്താൻ 600 സെക്കൻഡ്, ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് ബാക്ക് ടു ഹോമിലേക്ക് എത്താൻ എന്താണ് 600 സെക്കൻഡ്. അതായത് 600 സെക്കൻഡ് സമയം എടുക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് അല്ല ചോദിച്ചത് കേട്ടോ, സമയം എടുത്താണ്. അതായത് ഈ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഇവിടെ എത്താൻ ഇത്ര 600 സെക്കൻഡ് എടുക്കുന്നത് മനസ്സിലായി. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പുറത്തൊരു ടേബിൾ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പുറത്ത് മറിച്ചാൽ ഒരു ടേബിൾ കാണാൻ പറ്റും. ആ ടേബിൾ എന്ത് ചെയ്യാണ്, ഫില്ല് ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓക്കെ, ടേബിളിൽ പ്രത്യേകം നോക്കുക. സ്റ്റേജസ് ഓഫ് ജേർണി ഓൺ റീച്ചിങ് ദ ഓഫീസ്. ഇവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്ത് ഇതിൽ കൂടെ അങ്ങനെ പാസ് ചെയ്ത് ഓഫീസിലേക്ക് എത്തി. ഇത് ഓഫീസാണ്, ഇത് ഹോമാണ്. ഓക്കെ, ഓഫീസിലേക്ക് പോവാണ്. ഓൺ റീച്ചിങ് ദ ഓഫീസ്. അപ്പം എന്താ നോക്കിയാ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. എത്ര സമയം ഇവിടെ ഓഫീസിലേക്ക് എത്താൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്, എത്ര ഡിസ്റ്റൻസ് ആണ് ആലോചിച്ചാൽ മനസ്സിലാവും. ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് 600 + 300 എത്ര? 900 മീറ്റർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് അല്ലേ, ആ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ മീറ്റർ എന്നുള്ളവർക്ക് 900 എന്ന് കൊടുക്കുക. എത്ര കൊടുക്കേണ്ടി? 900. ഓക്കെ, രണ്ടാമത്തത് നോക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദിസ് മീറ്റർ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്താനുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്ര? എത്രയാണ്? ഈ പോണല്ലേ നേരെ ഉള്ള ലൈനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അറിയാം. എത്രയാണ്? 480. ഓക്കെ, ടൈം ടേക്കൺ ഫോർ ദ ജേർണി ഓഫ് സെക്കൻഡ്. ഇങ്ങോട്ട് പോകാൻ എത്ര സെക്കൻഡ് എടുത്തു എന്നാണ് ഇവിടുന്ന്. അതായത് ഓൺ റീച്ചിങ് ദ ഹോം, വീട്ടിൽ അല്ലേ, ഓൺ റീച്ചിങ് ദ ഓഫീസ്, ഓഫീസിലേക്ക് എത്ര സമയം എടുത്തു ഇവിടെ തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ല ഞാൻ 600 സെക്കൻഡ്. എത്രയാണ്? 600 സെക്കൻഡ്. ഞാൻ ഇവിടെ മുകളിൽ ഇത് വായിക്കുന്നത് 600 സെക്കൻഡ്.
ഇതാ കള്ളിയുടെ ഹോട്ടലാണ് ഇതിൻ്റെ 600 സെക്കൻഡ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഇതിപ്പോൾ നോക്ക്, ഈ 900 എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. 450 പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ആണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്ര സമയമെടുത്തു? 600 സെക്കൻഡ് സമയമെടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം എത്രയാണ് വരിക? 900 ഡിവൈഡഡ് ബൈ 600 എന്ന് വരും. അപ്പോൾ ആ ഇത് രണ്ടും ക്ലോസ് ആയി പോയാൽ 9/6. 9/6 എന്ന് പറഞ്ഞാൽ എത്ര വരിക? അരിച്ചു നോക്കണം. എത്രയാണ്? 9 എത്ര 6 ഉണ്ട് നോക്കുക. എത്ര? 1 6 6 അല്ലേ? ബാക്കി 3 റിമൈൻഡർ ആയിട്ട് വരും. 3 പോകില്ല. അപ്പോൾ 30 ഇട്ട് കൊടുക്കുക. അവിടെ പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അല്ലേ 30 എത്ര 6 ഉണ്ട്? 5 എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്ര? 1.5. ഇതാ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇതിന് 5 6 30 പറഞ്ഞാൽ 30 കഴിഞ്ഞു അല്ലേ? ഇവിടെ 0 വരും. അപ്പോൾ 1.5 നമുക്ക് ആൻസർ കിട്ടും. 1.5 മീറ്റർ പെർ സെക്കൻഡ്. എന്താ? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, സെക്കൻഡ് യൂണിറ്റ് അല്ലേ? സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ 1.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ആൻസർ. റെഡി അല്ലേ? ഓക്കെ, ഇത് ഡിസ്റ്റൻസ് ആണ് കിട്ടിയത് ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് ശ്രദ്ധിക്കുക. ഡിസ്പ്ലേസ്മെന്റ് എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എഴുതുന്നുണ്ട് ഞാൻ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 480 അറിയാം. 480 ഡിവൈഡഡ് ബൈ 600 സെക്കൻഡ്. സമയം അവിടെ തന്നിട്ടുണ്ട് 600. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ചെയ്യുക. എത്ര? 450 എത്ര 60 ഉണ്ട് നോക്കിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 0 വെട്ടിപ്പോവും അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 48. അപ്പോൾ 48 ഹരിക്കണം 60 എന്ന് കിട്ടും. 48 60 പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇനി 480 60 പോവോ നോക്കുക. എത്ര പ്രാവശ്യം പോവും? എത്ര 6 48 എന്ന് ആലോചിച്ചാൽ മതി. 6 6 36, 7 6 42, 8 6 48. അപ്പോൾ 8 പ്രാവശ്യം പോകും 60. 8 60 450 എന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് 0 കിട്ടും. ഓക്കെ, അപ്പോൾ 8. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? 0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് വരിക അതിൻ്റെ യൂണിറ്റ്. ടൈമിൻ അല്ലേ? സോറി, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാ പറയുക ഡിസ്റ്റൻസിൻ്റെ ഈ കാണുന്നതിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസും കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടി. സോറി, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് പറയുന്ന ആൻസറും കിട്ടി. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് പറയുന്ന ചോദ്യത്തിന് ആൻസർ കിട്ടി. അപ്പോൾ ഓൺ റീച്ചിങ് ദ ഓഫീസ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ മീറ്റർ 900 ആണ്. ഇതാണ് 900. ഇത് രണ്ടും ചെയ്താൽ. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 450 ആണ്. പിന്നെ 600 എന്താ? അവിടുത്തെ സെക്കൻഡാണ്. അതിന് ടൈം ടേക്കൺ ഫോർ ജേർണി ഓഫ് സെക്കൻഡ്. അത് നേരത്തെ 600 പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് അല്ലെങ്കിൽ ടൈം എന്ന് കൊടുത്താൽ മതി. ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എത്ര? ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയാം. 900 ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആണല്ലോ കണ്ടത്. 600 സെക്കൻഡ്. അപ്പോൾ നമുക്ക് 1.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് അടുത്ത എന്താ? ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്ര? 450 ആണ്. അപ്പോൾ 450 കൊടുത്തു. സമയം രണ്ടിനും 600 തന്നെയാണ്. അപ്പോൾ 600 കൊടുത്തു. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ പറയുക? ഇതിനെ പറയുന്ന പേരാണ് സ്പീഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം അല്ലേ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എഴുതാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എഴുതാം അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ അടിയത്ത് ഓൺ റീച്ചിങ് ബാക്ക് ടു ഹോം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക്
ഇതിന് ഇക്വേഷൻ ആയി തരാം. അതായത് ഇത് സ്പീഡാണ്. സ്പീഡ് ഈക്വൽ ടു, സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. അതാ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? അല്ലെങ്കിൽ രണ്ടിന് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് അല്ല, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഞാനിവിടെ വായിക്കാം. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ്. ഇപ്പം ഇതിന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഈസ് എന്താ? സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് അല്ലേ? യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈം കൊണ്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക? സ്പീഡ് എന്ന് പറയുക അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ഈ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിനാണ് നമ്മൾ എന്താ പറയുക? യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കണം. ഇനി വെലോസിറ്റി കാണാനും പറഞ്ഞാലും സ്പീഡ് കാണാൻ പറഞ്ഞാലും ഈ ഇക്വേഷനാണ് ആലോചിക്കേണ്ടത്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും, ടൈം തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റും. ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ മനസ്സിലാക്കുക? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുള്ള ലൈനൊക്കെ നമുക്ക് എന്ത് പറയുക? ഡയറക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് നേരെ ഉള്ളതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഓഫ് വെലോസിറ്റി. കണ്ടങ്ങൾ ഇഫ് സ്പീഡിന്റെ യൂണിറ്റാണ് ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ബൈ ടൈം. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി യൂണിറ്റ് അവിടെ നിങ്ങൾ എഴുതി കൊടുക്കണം. എന്താ? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതി കൊടുക്കണം. എന്താ പറയുക? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, ഇനി ഇത് വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി ആൻഡ് സ്പീഡ് ഈക്വൽ. ഇവിടെ സ്പീഡിൻ്റെയും വെലോസിറ്റി ഈക്വൽ ആണോ? അല്ല, ഇവിടെ 0.8 എന്നല്ല കിട്ടിയത്. 0.8 എന്നല്ലേ? മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടിയത്. ഏത്? ഡിസ്പ്ലേസ്മെന്റ് അല്ല, സോറി, വെലോസിറ്റി. നമ്മുടെ ഇത് കിട്ടിയത് എന്താ? എത്രയാണ്? 1.5 ആണ് കിട്ടിയത്. അത് സ്പീഡും ആണ്. അപ്പോൾ രണ്ട് ഈക്വൽ ആണോ? അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞത്? ഇൻ വിച്ച് യൂണിറ്റ് സ്പീഡ് എക്സ്പ്രസ്ഡ്. ഏത് യൂണിറ്റിലാണ് സ്പീഡ് എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞത്? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. എന്താ? സ്പീഡ് എക്സ്പ്രസ് മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് അബൌട്ട് വെലോസിറ്റി? വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ്സ് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. മീറ്റർ പെർ സെക്കൻഡ് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് പേഴ്സൺ ട്രാവൽഡ്? വാട്ട് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ പേഴ്സൺ ട്രാവൽഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര സ്പീഡിലാണ് അയാൾ സഞ്ചരിച്ചിട്ടുള്ളത്? 1.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം നമുക്ക്. എത്ര സ്പീഡിലാണ് അയാൾ പോയത്? വീട്ടിലേക്ക് പോയത് അല്ല, ഓഫീസിലേക്ക് പോയ കാര്യമായിട്ട് പറഞ്ഞത്. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വാട്ട് യു തിങ്ക് സ്പീഡ് ഈസ്? വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ അല്ലെങ്കിൽ സ്കാലാർ ക്വാണ്ടിറ്റിയോ? വെക്റ്റർ ക്വാണ്ടിറ്റി സ്കാലാർ ക്വാണ്ടിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എന്താ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഒരു നമ്പറും ഉണ്ടാവും, ഒരു ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് ആലോചിച്ച് നോക്കുക. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വന്നു. 10 എന്ന് പറഞ്ഞത് മാഗ്നിറ്റ്യൂഡ് വന്നു. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴാണ് പറയുക? ഒരു ഡയറക്ഷൻ ഉണ്ടാവും, കറക്റ്റ് ഏരിയയിലേക്ക് കാരണം കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ കൂടി കാരണം അപ്പോൾ നമുക്ക് ഡയറക്ഷൻ പറയാൻ പറ്റും. അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പോൾ വെലോസിറ്റി എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് വെച്ച് എഴുതണല്ലേ. ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യാരം? വെക്റ്റർ ക്വാണ്ടിറ്റി ചെയ്യാരം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വളഞ്ഞു തിരിഞ്ഞു പോലൊക്കെ ഡിസ്റ്റൻസ് തന്നെയാണ്. അതിന് ദിശ ഒന്നും ഉണ്ടാവില്ല, ഡയറക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ വാല്യൂ ഉണ്ടാവും അല്ലേ? പോയത് എത്ര മീറ്റർ ആണെന്ന് വാല്യൂ ഉണ്ടാവും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ എന്തില്ല? ദിശ ഇല്ലാത്തതുകൊണ്ട് അത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് സ്കാലാർ ക്വാണ്ടിറ്റി അല്ലെ, സ്പീഡ് എന്ത് ചെയ്യാരം? സ്കാലാർ. അപ്പോൾ ഇവിടെ വാട്ട് യു തിങ്ക് അബൌട്ട് അല്ലെങ്കിൽ തിങ്ക് സ്പീഡ് ഈസ് സ്കാലാർ ക്വാണ്ടിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടിയിലൊരു ചിത്രമുണ്ട്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. ഈ കാണുന്ന ഒബ്ജക്റ്റ് ആ ചിത്രത്തിലെ ഫിഗർ 9.6ന്റെ സ്പീഡും അതുപോലെ തന്നെ വെലോസിറ്റിയും കണ്ടുകൊണ്ട് എനിക്ക് എഴുതി അയച്ചു തരണം. അത് ഹോംവർക്കാണ് കേട്ടോ. ഓക്കെ, ഇനി പുറത്തേക്ക് മറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. ഓക്കെ.